എല്ലാവരും ചേരിലേക്ക് ഇരിക്കുക. എല്ലാ മീഡിയക്കാരും ക്യാമറ വളരെ കാഷ്വലായിട്ടൊരു ഗെറ്റുവറാണ്. പക്ഷെ ഇത്രയും ക്യാമറ ഞാൻ അതിന്റെ അത്രയും മൊബൈൽ ക്യാമറ. അപ്പോ ജസ്റ്റ് നിങ്ങൾ കാണാനും ഒന്ന് ഹായ് പറയാനാണ്, അത്രേ ഉള്ളൂ. അതൊന്നും ഉദ്ദേശിക്കുന്നില്ല. സന്തോഷം. എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും വേണം. കുറെ നാളുകൾക്കിട്ടാണ് ഒരുപാട് റിലീസ് ആകുന്നത്. എനിക്ക് തോന്നുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സിനിമ വന്നിട്ടുണ്ട്. ഈ പടത്തിലില്ല, പക്ഷെ ഇതൊരു ഫീൽ ഗുഡ് ഫാമിലി സിനിമയായിരിക്കും. ക്രിസ്മസിന് കാണാൻ പറ്റുന്ന ഒരു നല്ല പടം ഡെലിവറി ചെയ്യാൻ ബാക്കിയെല്ലാം പ്രേക്ഷകരുടെ കയ്യിലാണ്. സോ താങ്ക് യു. ഞാൻ അറിയിച്ചപ്പോൾ നല്ലൊരു ആക്ടറാണ്, ഡ്രാമയിലത്തെ ആക്ടറായെന്നൊക്കെ പിന്നെ മനസ്സിലാവുന്നത്. ഡയറക്ടർ മാത്രമല്ല, അധികൃതീയ പെർഫോമൻസ് ആണ്. എനിക്ക് പേഴ്സണലി എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് എന്നാണ്. ഇനി അങ്ങോട്ട് ഇയാളുടെ ട്രാവൽ കാണാൻ പോകുന്നതാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതിന്റെ കഥ പറയാൻ വേണ്ടി വന്നപ്പോൾ കഥ കേട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊരു സ്റ്റോറി നറേഷൻ ആയിരുന്നു അഖിലിന്റെ. പടം എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഐ എം ഷുവർ ആ കഥ നറേറ്റ് ചെയ്ത രീതിയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ സിനിമ വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഇതിലൊരു ചെറിയ വേഷം എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ ഞാൻ ആഗ്രഹം പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയ വേഷം തന്നു. അത് ഭയങ്കര പദാർത്ഥമാണ്. സോ ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഞാൻ അച്ഛന്റെ കൂടെയാണ് ടൈസറെ കണ്ടത്. അപ്പൊ അച്ഛൻ തിയേറ്ററിൽ നിന്നിട്ട് ഇവരുടെ സീൻ ഉണ്ടല്ലോ, മറ്റേ ഫുട്ബോൾ കുഴപ്പമില്ല ഓക്കെ പറയുന്നത്. അച്ഛൻ അതുകൊണ്ട് ഷൂ ഷൂ അങ്ങനെ ശബ്ദം ഉണ്ടാക്കി. അച്ഛൻ ഇഷ്ടപ്പെടുന്ന ഇത് കാണുമ്പോൾ അച്ഛൻ ശബ്ദം ഉണ്ടാക്കുന്നു. അപ്പൊ അങ്ങനെ ശബ്ദം കിട്ടിയ ഒരാളാണ്. രസമുള്ള ഹ്യൂമറൊക്കെ നമസ്കാരം. ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരു പടത്തിന്റെ ഭാഗമാവാൻ പറ്റുന്നതിന്. പ്രത്യേകിച്ച് ഇവരുടെ പ്രോസസ്സിന്റെ ഭാഗമാവാൻ പറ്റുന്നതിന് ഭയങ്കര സുഖമുള്ള ഒരു പരിപാടിയാണ്. എനിക്ക് വർക്ക് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ടായില്ല. ഞാൻ ചെറിയ വേഷം ആണ് ഇതിൽ ചെയ്തേക്കുന്നത്. കൂടെ ഡിസൈൻസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടീം. അപ്പം മൊത്തത്തിൽ ഫ്രം സ്റ്റാർട്ട് ഈ പടം അറിയാം. അപ്പോ ഭയങ്കര രസമായിട്ടാണ് ഇവര് ഷൂട്ട് ചെയ്തതും. അതിന്റെ പ്രോസസ്സിനൊക്കെ പറയുമ്പോൾ ചിലപ്പം മഴയൊക്കെ പെയ്യുവാണെങ്കിൽ ഇവരപ്പൊ തന്നെ മഴ ഇന്ന് ഷൂട്ട് അപ്പം അത്ര റിലാക്സ്ഡ് ആയിട്ടും ക്ലാരിറ്റിയോടുകൂടെ ഷൂട്ട് ചെയ്തൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റുന്നത് തന്നെ വലിയ സന്തോഷം. വെരി എക്സൈറ്റഡ്. സിനിമ തിയേറ്ററിൽ കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അഖിലേട്ടന്റെയും ചേട്ടന്റെ ഒരു കോംബോ എങ്ങനെ വർക്ക്ഔട്ട് ആവുന്നു എനിക്ക് കാണാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. സോ താങ്ക് യു. എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ഗ്രാമമാണ് നമ്മൾ ഇതിൽ പ്രീമൈസ് ആയിട്ട് വെച്ചിട്ടുള്ളത്. വലിയ ഗ്രാമ സിനിമ. ഞാൻ ആക്ച്വലി 25 വയസ്സിൽ വളർന്ന ഗ്രാമത്തിലാണ്. അപ്പൊ അച്ഛൻ കുറെ നാളായിട്ട് എന്റെ ഓർമ്മയിൽ സ്നേഹപൂർണ്ണമായിട്ടാണ് അവസാനത്തെ ഗ്രാമ സിനിമ. അപ്പോ മനസ്സിൽ കണ്ട ഗ്രാമം അതിൽ മേലേക്ക് തന്ന ടൂറിസ്റ്റാണ് ടീച്ചർ. വളരെ എക്സൈറ്റഡ് ആയിട്ട് ഈ പ്രൊജക്ട് വരുമ്പോൾ ആക്ച്വലി അഖിൽ പറഞ്ഞ പോലെ ഭയങ്കര എൻജോയ് ചെയ്തൊരു പടമായിരുന്നു. ഒട്ടും ഒരു സ്ട്രെസ് ഇല്ലാണ്ട്, ഒട്ടും ഒരു പ്രഷർ തരാണ്ട് വർക്ക് ചെയ്തൊരു ഫിലിം. ഒത്തിരി പടങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതിൽ ഇത് വളരെ വൺ ഓഫ് മൈ ഫേവറേറ്റ് പേഴ്സണൽ ക്ലോസ് ടു ഹാർട്ട് എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ ഓരോ സീനിലും എന്നൊക്കെ പറഞ്ഞ ഗ്രാമത്തിന്റെ ഒരു കുളിർമ അത് ഞാൻ അത് കൊണ്ടുവന്നിട്ടുണ്ട്. മോസ്റ്റ്ലി അത് കിട്ടിയെന്ന എൻ്റെ ഒരു വിശ്വാസം. അത് നിങ്ങളിങ്ങനെ ക്യൂബിൽ കണ്ടപ്പോഴും അതിന്റെ ഫൈനലോട്ട് കണ്ടപ്പോഴും അത് ആ തനിമ ഉണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഒത്തിരി പ്രൊഡക്ഷൻ ഈ പടം ഒത്തിരി വലിയൊരു വിജയമാക്കുന്നു ഇങ്ങനെ അഭ്യർത്ഥിക്കുന്നു. അത് ആവുന്നില്ല ഒരു പ്രതീക്ഷയുണ്ട്. ആക്ച്വലി നല്ലൊരു പടമായിട്ട് വരും. ക്രിസ്മസിന് ഇത് എന്തായാലും നല്ല രീതിയിൽ പ്രേക്ഷകർ എടുക്കുന്നു. അത്ര പറയാം. മാത്രം ചിന്തിച്ചുള്ളൂ. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്നു, ഡിന്നറും എല്ലാം കഴിച്ച് പിരിയുന്നു എന്നുള്ള ഒരു രീതിയിലാണ് ഇതിനെ കണ്ടുള്ളൂ. വേറെ നോക്കല്ല, സിനിമ സംസാരിക്കട്ടെ എന്നുള്ളൊരു മനസ്സിലൊരു ആഗ്രഹം. അങ്ങനെ സിനിമ സംസാരിക്കുകയാണ്, പ്രേക്ഷകർ പിന്നീട് അതിന് ഒരു അവസരം നൽകുകയാണെങ്കിൽ റിലീസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരെയും രീതിയിൽ കാണുന്നതായിരിക്കും. അങ്ങനെ ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. നമുക്കൊന്ന്
ചെയ്യാം. നിങ്ങൾ വെച്ചോട്ടോ.